ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ 7 60ാമത്തെ എപ്പിസോഡായിരിക്കാൻ. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ വന്നിട്ടുള്ള പല നമസ്കാരം ഗൈസ്. ഓക്കെ, ആദ്യം തന്നെ കാണിക്കുന്നത് അനീഷിൻ്റെ അടിയാണ്. അടി കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബെന്നീൻ്റെ ഹസ്ബൻഡിനെ പുറത്തേക്ക് വിടണം എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ പുറത്തേക്ക് പോയി. ബിന്നിയാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഈ ഒരു ജിഷയിൽ അവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. എൻ്റെ ക്യാപ്റ്റൻസി ടാസ്ക്കൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിനക്കും വേണമെങ്കിൽ പുറത്തേക്ക് പോകാം എന്നാണ് തഗ്ഗടിച്ചിട്ടുള്ളത് ജിഷയിൽ. അങ്ങനെ ഈ ഒരു വ്യക്തി പുറത്തേക്ക് പോയിരിക്കുകയാണ്. അടുത്ത് നെവിനും ഒനീലിനും ലക്ഷ്മിക്കും ഓരോരോ ടാസ്ക് വീതം കൊടുക്കുകയാണ് ബിഗ് ബോസ്. ഫാമിലി വരാനുള്ള ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ കറക്റ്റ് നെവിന് ആ തൊപ്പി വെച്ചിട്ട് ആ ഒരിതും, പിന്നെ ലക്ഷ്മിക്കാണെങ്കിൽ ഊതിയിട്ട് ബോൾ കറക്റ്റായിട്ട് വെക്കുക എന്നാണ് പറഞ്ഞിട്ട്, വെള്ളം നനച്ചിട്ട് ബോൾ കറക്റ്റായിട്ട് വെക്കുക. പിന്നെ ഒനീലിനാണെങ്കിലും ഈ ബാസ്ക്കറ്റിലേക്ക് ഒരു ബോൾ ഇടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റബ്ബർ ബാൻഡ് കൊടുത്തിട്ടുണ്ട്, അത് വലിച്ചിട്ട് ഇടുക എന്നാണ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ കയറി വരികയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർ 3 പേരും വന്ന് പരിചയപ്പെടുത്തു എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ട്. ആദ്യം തന്നെ വരുന്നത് ലക്ഷ്മീൻ്റെ അമ്മയാണ് വരുന്നത്. എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം എന്നാണ് പറയുന്നത്. ആദിലി നോറയ്ക്കും വീട്ടിലേക്ക് സ്വാഗതം, നിങ്ങൾക്ക് സിറ്റ് ഔട്ടിലേക്ക് ഇരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മീൻ്റെ ആ ഒരു വേർഡ് യൂസ് ചെയ്തത് തക്കായിട്ട് പറഞ്ഞതാണ് എന്നാണ് തോന്നുന്നത്. പിന്നെ അടുത്തതായി വരുന്നത് എന്ന് പറഞ്ഞാൽ നെവിൻ്റെ ഫാമിലിയാണ്. നെവിൻ്റെ ഫാമിലിക്കും അമ്മയ്ക്കൊന്നും അനിയത്തിക്കൊന്നും അത്രയ്ക്കൊന്നും സംസാരിക്കാൻ അറിയില്ല, നീയൊക്കെ ആദ്യമായി പുറത്ത് പോകും എന്നാണ് വിചാരിച്ചത് എന്നാണ് തഗ്ഗായിട്ട് പറഞ്ഞിട്ടുള്ളത്. അമ്മയുടെ ആ ഒരു ഇത് പറഞ്ഞു പോയിട്ടുണ്ട്. അടുത്ത വരുന്ന ഒനീലിൻ്റെ അമ്മയാണ്. ഒനീലിൻ്റെ അമ്മയും എല്ലാവർക്കും സ്വാഗതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒനീലിൻ്റെ അമ്മ ആ വിഷയം നമുക്ക് വിടാം, അത് നമുക്ക് പുറത്ത് വെച്ച് സംസാരിക്കാം എന്നാണ് ലക്ഷ്മീൻ്റെ അടുത്ത് പറഞ്ഞു പോയിട്ടുള്ളത്. ഈ ഒരു ഇത് അങ്ങനെ അവർ വന്ന് ഒരു ഇതൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു, പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ആര്യനും ഈ ഒരു നെവിനും കൂടെ അവിടെ കിടന്ന ഫുഡിന് വേണ്ടി ഫൈറ്റാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു വ്യക്തിക്കാണെങ്കിൽ ഫുഡ് വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൻ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അലുവ കഷ്ണം എടുത്ത് കഴിക്കുന്ന നമ്മുടെ അനിമോളിനെയാണ് കാണിച്ചിട്ടുള്ളത്. ഇതാണെങ്കിൽ മറ്റേ ഷാനവാസ് കണ്ടും പിടിക്കുന്നുണ്ട്. ഇത് നീ ചെയ്താൽ തെറ്റാണ്, ഞാൻ ചെയ്താൽ അത് തെറ്റ്, നീ ചെയ്താൽ അത് ശരിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഫൈറ്റും നടക്കുന്നുണ്ട്, അവിടെ കിടന്ന് അടിയും ഉണ്ടാക്കുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ. പിന്നെ അതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാണ്. പിന്നെ നമ്മൾ ആദിലി നൂറി സ്നേഹപ്രകടനമാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു നെവിൻ്റെ വയറിൽ കടിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഈ ഒരു നൂറ്. അങ്ങനെ ആ ഒരു എപ്പിസോഡുകൾ കഴിഞ്ഞു പോയിരിക്കുകയാണെങ്കിൽ ഇവർ വന്ന് നിന്നിട്ട് ഒരു കിട്ടുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഒനിയിൽ ജിഷയിൽ അവിടെ ടോക്ക് നടക്കുകയാണ്. ഷാനവാസിൻ്റെ അടുത്ത് ഈ ഒരു വ്യക്തിയാണെങ്കിൽ വിളിച്ച് വെട്ടി നടക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലാലോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഒനീലിൻ്റെ അടുത്തും ഇവർ രാത്രിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രശ്നത്തിനും സോൾവായിട്ട് ഈ ഒരു അക്ബറിനെയാണ് എല്ലാവരും ചേർന്നിട്ട് വില്ലനായിട്ട് കാണുന്നത്. അക്ബറിനൊരു കഴുകനാണ് എന്നാണ് ഷാനവാസ് പറഞ്ഞു വെക്കുന്നത്. അക്ബറിനെ എല്ലാവരും ചേർത്തിട്ട് ഒരു ഹീറോ പരിവേഷം കൊടുക്കും എന്നാണ് എനിക്ക് തോന്നാനുള്ള കാരണം. അക്ബറാണെങ്കിൽ ഒരു പാവം വ്യക്തിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.